ഇന്ന് പുറത്തു വന്ന 3 IPL ന്യൂസാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ആദ്യത്തെ ഒരു അപ്ഡേറ്റ് RCB ടീമിനെ സംബന്ധിക്കുന്നതാണ്. RCB ടീമിന് പുതിയൊരു ക്യാപ്റ്റൻ എത്തിയിരിക്കുകയാണ്. അത് മറ്റാരുമല്ല KL രാഹുലാണ്. അടുത്ത പ്രാവശ്യം ഡുപ്ലസി ക്യാപ്റ്റൻ ആയിരിക്കില്ല. ഡുപ്ലസി വിരമിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് ഒരു ഇന്ത്യൻ താരത്തെ ക്യാപ്റ്റനാക്കാനാണ് RCBയുടെ പദ്ധതി. LSG ടീമിൽ നിന്ന് രാഹുൽ മാറുകയാണ്. ലേലത്തിലേക്ക് പോകുന്ന രാഹുലിനെ തിരിച്ച് ടീമിലെത്തിക്കാനാണ് RCBയുടെ പദ്ധതി. പണ്ട് രാഹുൽ RCB ടീമിലായിരുന്നു. രാഹുൽ വരുമ്പോൾ കീപ്പർ സ്ഥാനത്തേക്കും ക്യാപ്റ്റൻ സ്ഥാനത്തേക്കും ആളാകും. കാർത്തിക് നേരത്തെ തന്നെ വിരമിച്ചു. അതുകൊണ്ട് രാഹുൽ RCBയിൽ എത്തുമെന്നത് ഉറപ്പായിരിക്കുകയാണ്. അടുത്തൊരു അപ്ഡേറ്റ് സൂര്യകുമാറുമായി ബന്ധപ്പെട്ടതാണ്. മുംബൈ ടീമിൻ്റെ നെടുന്തൂണാണ് സൂര്യ. എന്നാൽ പാണ്ഡ്യ ക്യാപ്റ്റനായ ശേഷം മുംബൈ ടീമിൽ വലിയ പ്രശ്നങ്ങളാണ്. സൂര്യകുമാറിന് കിട്ടേണ്ട ക്യാപ്റ്റൻസിയാണ് പാണ്ഡ്യ തട്ടിയെടുത്തത്. അതുപോലെ രോഹിത് ശർമ്മയ്ക്കും പാണ്ഡ്യ ക്യാപ്റ്റനായത് ഇഷ്ടമില്ല. ഇപ്പോഴിതാ സൂര്യകുമാർ മുംബൈ ടീമിൽ നിന്ന് പോവുകയാണ്. സൂര്യകുമാർ തിരിച്ച് കൊൽക്കത്തയിലേക്കാണ് ചേക്കേറുന്നത്. പണ്ട് കൊൽക്കത്ത ടീമിലായിരുന്നു സൂര്യകുമാർ. അവിടെ മികച്ച കളി കാഴ്ചവെച്ചു. അതിനുശേഷമാണ് മുംബൈ ഇന്ത്യൻസ് സൂര്യകുമാറിനെ വാങ്ങിയത്. മുംബൈയിൽ എത്തിയ ശേഷമാണ് സൂര്യകുമാർ അറിയപ്പെട്ടത്. എങ്കിലും മുംബൈ ടീമിൽ ഇപ്പോൾ ആകെ പ്രശ്നങ്ങളാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ സൂര്യ കൊൽക്കത്തയിലേക്ക് ചേക്കേറുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് സഞ്ജുവുമായി ബന്ധപ്പെട്ടതാണ്. സഞ്ജുവും CSK ടീമും തമ്മിൽ സ്വാപ്പ് ഡീല് നടന്നിരിക്കുകയാണ്. CSK ടീമിൽ നിന്ന് ശിവൻ ദുബെയാണ് രാജസ്ഥാൻ വാങ്ങിയിരിക്കുന്നത്. സഞ്ജുവിനെ തിരിച്ചു കൊടുക്കുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. ഒരു മാറ്റക്കരാറിനാണ് രണ്ട് ടീമുകളും ഒരുങ്ങുന്നത്. സഞ്ജുവിനെ വിട്ടുകൊടുത്ത് ശിവൻ ദുബെ വാങ്ങിയാൽ അത് രാജസ്ഥാന് നഷ്ടമാണ്. സഞ്ജു IPLിലെ മികച്ചൊരു പ്ലെയറാണ്. സഞ്ജുവിനെ പകരം വയ്ക്കാൻ ശിവൻ ദുബെക്ക് സാധിക്കില്ല. അതുകൊണ്ട് CSK ടീമിന് സഞ്ജുവിന് കിട്ടിയാൽ അത് സഞ്ജുവിൻ്റെ ഭാഗ്യമാണ്. CSKയിലെ കീപ്പറും അതുപോലെ തന്നെ ക്യാപ്റ്റനും സഞ്ജു ആയിരിക്കും. എന്തായാലും സഞ്ജുവും ശിവദുബയും തമ്മിലുള്ള ഡീല് നടക്കാൻ പോകുന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അടുത്ത IPLിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന ടീം ഏതാണെങ്കിൽ താഴെ ഒന്ന് കമന്റ് ചെയ്യുക.